പശ്ചിമേഷ്യയിൽ വീണ്ടും സമാധാനം വന്നു, യുദ്ധം കഴിഞ്ഞു. പക്ഷേ മറ്റൊരാൾക്ക് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. എന്താണ് കൂടുതൽ വിശേഷങ്ങൾ? അതായത് നെതന്യാഹു കഴിഞ്ഞ ദിവസം പോയിട്ട് ഒരു ബെയിൽ ആപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ ഒരു മൂവ് നടത്തി കോടതിയിൽ. ഞാൻ കുറച്ച് തിരക്കിലാണ്, അപ്പോൾ എൻ്റെ കേസ് 2 ആഴ്ചത്തേക്ക് മാറ്റിവെക്കണം എന്നൊക്കെയുള്ളതാണ് വാർത്തകൾ. അതെന്തായാലും മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ അഴിമതി കേസാണ് മൂപ്പർക്കെതിരെ ഉള്ളത്, നെതന്യാഹുവിനെതിരെ ഉള്ളത്. അപ്പോൾ ഇതാണ് ഈ പറയുന്ന പോലെ 2 ആഴ്ചത്തേക്ക് മാറ്റിവെക്കണമെന്ന് പറഞ്ഞത്. ആ അഭ്യർത്ഥന കോടതിയും ഇസ്രയേലി അറ്റോർണി ജനറൽ നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒന്നും പറഞ്ഞാൽ പറ്റില്ല. ഈ പറയുന്ന കാരണങ്ങളൊന്നും ഇത് മാറ്റിവെക്കാൻ തക്ക പ്രാമുഖ്യമുള്ളതല്ല എന്നാണ് പറഞ്ഞത്. കാരണം ഇത്രയും നാളായിട്ട് ഈ കാര്യങ്ങളിൽ നിന്ന് ഒഴിവുകഴിവൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ജെറുസലേം ഡിസ്ട്രിക്ട് കോർട്ടിനോടാണ് അഭ്യർത്ഥിച്ചത്. ഈ പറയുന്നത് പോലെ ഗാസയിൽ നിന്ന് ഇസ്രായേലി തടവുകാരെ തിരിച്ചയക്കുന്ന വിഷയം, ഇസ്രായേൽ ഇറാൻ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 2 ആഴ്ചത്തേക്ക് കൂടി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് നടക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് കോടതി വാദം കേൾക്കാനായിട്ട് ഈ അടുത്ത തിങ്കളാഴ്ച, അതായത് നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. നാളെ ഇതിൽ വാദം കേട്ട് ഇതിൻ്റെ ഒരു വിധി എന്തായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷയിലാണ് ലോകം മുഴുവനും ഉള്ളത്. അപ്പോൾ ഈ അപേക്ഷയിലുള്ള കാരണങ്ങളൊന്നും തന്നെ വാദം മാറ്റിവെക്കാൻ തക്ക കാരണങ്ങളല്ല, അതിൽ അത്രത്തോളം ഇതുള്ള കാരണങ്ങളല്ല എന്നാണ് പറഞ്ഞത്. അറ്റോർണി ജനറൽ ആയിട്ടുള്ള ഗാലി ബഹരവ് മിയാരയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3 കേസാണ് ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഉള്ളത്. യുദ്ധക്കുറ്റവും മറ്റുള്ളതുമൊക്കെ വേറെയുണ്ട്. ഇതിപ്പോൾ സ്വന്തം നാട്ടിലുള്ള കേസാണ്. അതിലൊന്ന് കേസ് നമ്പർ 1000 ആണ്. കേസ് 1000 അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അത് ഗിഫ്റ്റ്സ് അഫെയർ എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. ചാർജ് ചെയ്തിരിക്കുന്നത് ഫ്രോഡ് ആൻഡ് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ്. അപ്പോൾ അതിൽ രാഷ്ട്രീയ ആനുകൂല്യമൊക്കെ വാങ്ങിയിട്ട്, രാഷ്ട്രീയ ആനുകൂല്യങ്ങളൊക്കെ അതിന് പകരമായിട്ട് നെതന്യാഹു ഭാര്യ സാറയും 2 ബിസിനസ്സുകാരിൽ നിന്ന് സമ്മാനം സ്വീകരിച്ചു എന്നുള്ളതാണ്. അത് ഈ പറയുന്ന 2 ബിസിനസ്സുകാരെ എന്ന് പറയുന്നത് ഇസ്രായേലി ഹോളിവുഡ് ചലച്ചിത്ര നിർമ്മാതാവായിട്ടുള്ള ആർണോൺ മിൽച്ചൻ, മറ്റൊരാൾ ഓസ്ട്രേലിയൻ ശതകോടീശ്വരനായിട്ടുള്ള ജെയിംസ് പാർക്കർ. ഇവരാണ് ആ ബിസിനസ്സുകാർ. ഇവരിൽ നിന്നാണ് ഷാംപെയിനും സിഗാറുകളും ഒക്കെയുള്ള സമ്മാനം വാങ്ങിയത്. അപ്പോൾ ഈ ഷാംപെയിന് സിഗാറും ഒക്കെ വാങ്ങിയെന്ന് പറയുമ്പോൾ ഇത്രയും ദാരിദ്ര്യം പിടിച്ചവനാണോ ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ എന്ന് നമ്മൾ ചില സമയം ചിന്തിച്ചു പോകും. കാരണം അതിന് വേണ്ടിയിട്ട് അദ്ദേഹം മാറ്റി വെച്ചിരിക്കുന്നത് വളരെ വലിയ കാര്യങ്ങളാണ് ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2020 ജൂണിൽ ഈ സമ്മാനം നൽകിയെന്ന് ഈ പറയുന്ന ചലച്ചിത്ര നിർമ്മാതാവായിട്ടുള്ള ആർണോൺ മിൽച്ചനും സമ്മതിക്കുകയും ചെയ്ത ഒരു കേസാണിത്. അപ്പോൾ US ഗവൺമെൻറ്റുമായിട്ടൊക്കെ സംസാരിച്ച് US വിസ നേടാൻ വേണ്ടിയിട്ട് ഈ മിൽച്ചനെ സഹായിക്കുകയാണ് അവിടെ നെതന്യാഹു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാത്രമല്ല, ഈ മിൽച്ചനൊക്കെ സഹായകമാകുന്ന രീതിയിൽ നികുതിയിൽ ഇളവ് വരുത്തി. നികുതി ഇളവിൽ വലിയ രീതിയിലുള്ള മാറ്റം വരുത്തി എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസ ലംഘനം, വഞ്ചന, 3 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വിധത്തിലുള്ള കുറ്റങ്ങളാണ്. മാത്രമല്ല കൈക്കൂലി കേസും കൂടിയുണ്ട്. കൈക്കൂലിക്ക് വേണ്ടിയിട്ട് അതിനാണെങ്കിൽ ഒരു 10 വർഷം തടവും പിഴയും കിട്ടാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. അതെ. അപ്പോൾ സമ്മാനം തുടർച്ചയായി നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഈ കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം ഈ 19 അന്നത്തെ അറ്റോർണി ജനറൽ ആയിട്ടുള്ള അവിച്ചായ് മണ്ഡൽബ്ലിറ്റ് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് ഇതെല്ലാം ചെയ്തതാണ്. ഇതിൽ വേറെ കൂടുതൽ തെളിവൊന്നും ചേർക്കണ്ട, കാരണം എല്ലാ തെളിവുകളും സഹിതം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ കൈപ്പറ്റിയിരിക്കുന്ന സമ്മാനം എന്ന് പറയുന്നത് 7 ലക്ഷം ഷെക്കൽ മൂല്യമുള്ളത് എന്നാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാക്കാവുന്നത് എത്രയും കോടികളായിരിക്കും അത് വരുന്നത് ഉണ്ടാവുക. മറ്റൊരു കേസ് എന്ന് പറയുന്നത് കേസ് നമ്പർ 2000 ആണ്. ഇത് കേസിലെ വകുപ്പ് പ്രകാരം അവരിടുന്നതായിരിക്കാം. അപ്പോൾ അതിൽ പറയുന്നത് നെതന്യാഹുവിൻ്റെ എതിരാളിയായിട്ടുള്ള
ഹയോം എന്ന് പറയുന്ന ഒരു പത്രമുണ്ട്. ആ പത്രത്തിൻ്റെ നടത്തിപ്പ്, അതിൻ്റെ മുന്നോട്ടുള്ള പോക്കൊക്കെ വളരെ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിയമനിർമ്മാണം നടത്തി. അപ്പോൾ നെതന്യാഹുവിന് അനുകൂലമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഇസ്രയേലി ഡെയിലി, ഹെദിയോത്ത് അഹ്റനോത്തിൻ്റെ ഓഹരി ഉടമയാണിത്. അപ്പോൾ ഈ ഉടമയായിട്ടുള്ള ആരോൺ മോസസ്, ഈ ആരോൺ മോസസുമായിട്ട് ഈ പറയുന്ന ഹയോം എന്ന് പറയുന്ന പത്രത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് എതിരായിട്ടുള്ള ഒരു നിയമനിർമ്മാണവും നടത്താനുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തു. മാത്രമല്ല ഇവർക്ക് പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ആരോൺ മോസസുമായിട്ട് കരാർ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി മാത്രം ഇവർ തമ്മിൽ 2004-നും 2014-നും ഇടയിൽ 3 മീറ്റിംഗ് നടത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലും ഈ പറയുന്നത് പോലെ വിശ്വാസവഞ്ചനയും വഞ്ചനയും ഒക്കെ ഉണ്ട്. ഈ 2 പേരും തമ്മിൽ ശത്രുതയിലായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഈ മോസസും നെതന്യാഹുവും തമ്മിൽ ശത്രുതയിലായിരുന്നു. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് പോലെ ഹയോം പത്രത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ മോസസുമായിട്ട് കൂടിച്ചേർന്ന് അവർ തമ്മിൽ ധാരണയുണ്ടാക്കി ഇസ്രയേലി ഡെയിലിയിൽ നെതന്യാഹുവിന് അനുകൂലമായിട്ടുള്ള വാർത്തകൾ കൊടുത്തുകൊണ്ടേയിരുന്നു എന്നാണ് ഇതിൽ പറയുന്ന ഒരു കാര്യം. മറ്റൊരു കേസ് പറയുന്നത് കേസ് 4000. അപ്പോൾ അത് മുൻ ചെയർമാൻ്റെ നിയന്ത്രണത്തിലുള്ള വാർത്താ വെബ്സൈറ്റിൽ നെതന്യാഹുവും വൈഫ് സാറയും അവർക്ക് വേണ്ടിയിട്ട് പോസിറ്റീവ് കവറേജിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു, പകരം ആനുകൂല്യങ്ങൾ നടത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇസ്രയേലി ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനി ആയിട്ടുള്ള ബെസക്കിനാണ് ഈ പകരം ആനുകൂല്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. അന്ന് ആശയവിനിമയ മന്ത്രിയായിരുന്നു നെതന്യാഹു. അപ്പോൾ ഇതെല്ലാം ചെയ്തു വെച്ചിട്ടുള്ള മച്ചാനാണ് നെതന്യാഹു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. കാര്യം അവിടെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ ഒരു ആസ് എ പ്രൈം മിനിസ്റ്റർ ചെയ്യേണ്ട സമയത്ത് ഉചിതമായത് ചെയ്യുക എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ അതിൽ മറ്റൊരു ആരോപണം വരുന്നത് ഈ ഗാസയുടെയൊക്കെ ആക്രമണം ഉണ്ടല്ലോ, അതൊക്കെ നെതന്യാഹുവിന് അറിയാമായിരുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് ചെയ്തതാണ്. കാരണം ഈ ഒരു കേസിലൊക്കെ പെട്ട് അകത്ത് പോയിട്ടുണ്ടെങ്കിൽ ഓരോ കേസിനും 10 വർഷവും വീതമൊക്കെ തടവുണ്ടെങ്കിൽ ഇതിലെല്ലാം ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ഈ വാർദ്ധക്യത്തിൽ നെതന്യാഹു സ്വാഭാവികമായിട്ടും, ഭാര്യയും കൂടി ഉൾപ്പെട്ട കേസാണ്, അപ്പോൾ ഭാര്യയും നെതന്യാഹുവും സ്വാഭാവികമായിട്ടും അഴിയെണ്ണേണ്ടി വരും. ഒരു ശ്രദ്ധ തിരിക്കലിന് വേണ്ടി. അതെ, ആ ആരോപണം ഈ വിഷയങ്ങൾ, അതായത് ഗാസയിലെ മൂവ് ഉണ്ടാകുന്നതിന് മുമ്പ് മുതൽ തന്നെ, ആ സമയം മുതൽ തന്നെ വരുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് ഹമാസ് നടത്തിയ ഒക്ടോബർ 7 ആക്രമണം എന്ന് പറയുന്നത് യാതൊരു തരത്തിലുമുള്ള പ്രൊവോക്കേഷനും ഇല്ലാതെയാണ് ഹമാസ് അന്ന് ആ ഒരു നീക്കം നടത്തുന്നത്. അതിനെതിരെ തിരിച്ചടിച്ച് തുടങ്ങിയതാണ്. ആ സമയം മുതലേ എല്ലാവരും പറയുന്ന ഒരു കാര്യം, നെതന്യാഹുവിനെതിരെ ഇത്തരത്തിലുള്ള കേസുണ്ട്, അത് വഴിതെറ്റിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ നെല്ലും പതിരും വേർതിരിച്ചെടുക്കുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇതിനു വേണ്ടി മാത്രം ഒരു പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നയാൾ ഇത് ചെയ്തു എന്നുള്ളത്. ഇപ്പോൾ ഇറാൻ ഇസ്രയേൽ വിഷയം വരുമ്പോൾ അതിലൊരു പക്ഷേ നമുക്ക് ഈ ആരോപണങ്ങൾ വേണമെങ്കിൽ സാധൂകരിക്കാം. പക്ഷേ അന്ന് ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന സംഭവത്തിൽ അത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഉള്ള ഒരു വിഷയമായിരുന്നു. പിന്നീട് അവിടെ ഹമാസുകൾക്കെതിരെ തിരിച്ചടി തുടങ്ങുമ്പോൾ ഒരു ഭാഗത്ത് നിന്ന് ഇറാനും പ്രോക്സികളും ഹിസ്ബുള്ളയും ഹൂതികളും എല്ലാം ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നുണ്ട്. ഇത് നെതന്യാഹുവിനെതിരെ ഈ കേസ് വരുന്നതിന് മുമ്പും ഇവർ ഈ ആക്രമണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നാളെ ഈ ഒരു വിഷയത്തിൽ വാദം കേട്ട് നെതന്യാഹുവിനെതിരെ കോടതി എടുക്കുന്ന ഒരു ശിക്ഷാവിധി അതെന്തായിരിക്കും എന്നുള്ളത് എല്ലാവരും, ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഈ ഒരു സമയം കൂടി ആയതുകൊണ്ടാണ് അതിന് അത്രയും പ്രാധാന്യം കൂടുന്നത്. കാരണം 2 വർഷത്തോളമാവുന്നു ഈ കോൺഫ്ലിക്റ്റുകൾ തുടങ്ങുന്നു. ലാസ്റ്റത്തെ ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് വന്നു, വെടിനിർത്തൽ വന്നിരിക്കുന്നു. ഇതെൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ആകെത്തുകയായിട്ട് വന്ന് നിൽക്കുമ്പോഴാണ് ഈ ഒരു വാദം കേൾക്കാനായിട്ട് കോടതി എടുക്കുന്നതും ഇനി ഇത് മാറ്റിവെക്കാൻ കഴിയില്ല എന്നുള്ളത് നെതന്യാഹുവിനോട് പറയുകയും കൂടി ചെയ്യുന്നത്. മാത്രമല്ല ഇനി അന്താരാഷ്ട്ര കോടതിയിലുള്ള കാര്യങ്ങളിലും കൂടെ തീരുമാനങ്ങൾ വരേണ്ടതുണ്ട്. എന്തായാലും അകത്താകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നാളത്തെ കോടതി വിധി വരുമ്പോൾ തന്നെ അറിയാം.